നമസ്കാരം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും പ്രതിരോധ വൃത്തങ്ങളിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് ഇന്ത്യക്കെതിരെ പരസ്യമായി യുദ്ധപ്രഖ്യാപനം നടത്തുകയും ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന കൊടും കുറ്റവാളികൾ പല രാജ്യങ്ങളിലായി ദുരൂഹ സാഹചര്യങ്ങളിൽ കൊല്ലപ്പെടുന്നത്. പാകിസ്ഥാൻ, കാനഡ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ വെച്ച് ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഖലിസ്ഥാൻ ഭീകരവാദ സംഘടനകൾ എന്നിവരുടെ തലപ്പത്തുള്ള പ്രമുഖർ അജ്ഞാതരായ തോക്കുധാരികളുടെ വെടിയേറ്റോ മറ്റ് ദുരൂഹ സാഹചര്യങ്ങളിലോ കൊല്ലപ്പെടുന്നത് ഒരു പതിവ് സംഭവമായി മാറിയിരിക്കുന്നു. പരമ്പരാഗതമായ യുദ്ധമുറകളിൽ നിന്നും മാറി ശത്രു രാജ്യങ്ങളുടെ മണ്ണിൽ വെച്ച് തന്നെ ഭീഷണികളെ വേരോടെ പിഴുതെറിയുന്ന നിഴൽ യുദ്ധത്തിൻ്റെ പുതിയൊരു ശൈലിയായിട്ടാണ് ആഗോള പ്രതിരോധ വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. പാകിസ്ഥാൻ്റെ മണ്ണാണ് ഇത്തരം അജ്ഞാത ആക്രമണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. തീവ്രവാദത്തെയും ആഭ്യന്തര അരാജകത്വത്തെയും അന്താരാഷ്ട്ര തലത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാൻ ഇന്ന് സ്വന്തം വിതയ്ക്കലുകളുടെ കൊയ്ത്തുകാരനായി മാറിയിരിക്കുകയാണ്. പാകിസ്ഥാൻ വളർത്തിയെടുത്ത ഭീകരവാദ ശക്തികൾ ഇന്ന് അതിൻ്റെ തന്നെ നെഞ്ചിലേക്ക് തോക്കു ചൂണ്ടുന്ന അത്യന്തം ദാരുണവും നാണം കെട്ടതുമായ സാഹചര്യമാണ് പാകിസ്ഥാനിൽ നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ നിരവധി ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത ഹാഫിസ് സയ്യിദിൻ്റെയും മസൂദ് അസറിൻ്റെയും അടുത്ത അനുയായികളും കമാൻഡർമാരും പാകിസ്ഥാനിലെ വിവിധ നഗരങ്ങളിൽ വെച്ച് അതിവിദഗ്ധമായ രീതിയിലാണ് വേട്ടയാടപ്പെട്ടത്. കനത്ത സുരക്ഷാ വലയങ്ങളിൽ കഴിയുന്ന ഭീകരർ പോലും തെരുവിൽ നടക്കാൻ ഇറങ്ങുമ്പോഴോ പള്ളികളിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങുമ്പോഴോ മോട്ടോർ സൈക്കിളുകളിൽ എത്തുന്ന അജ്ഞാതരുടെ വെടിയേറ്റ് വീഴുന്ന കാഴ്ച പാക് സുരക്ഷാ ഏജൻസിയായ ISI പോലും നിസ്സഹായരാക്കിയിരിക്കുകയാണ്. തങ്ങൾ ഒരുക്കിയ സുരക്ഷിത താവളങ്ങളിലിരുന്ന് ഇന്ത്യക്കെതിരെ ചോരക്കളി നടത്തിയിരുന്ന ഭീകരർക്ക് ഇപ്പോൾ സ്വന്തം നിഴലിനെ പോലും ഭയപ്പെടേണ്ടി വരുന്ന അവസ്ഥയാണ് ഉള്ളത്. ഈ അജ്ഞാത കൊലപാതകങ്ങൾക്ക് പിന്നിൽ പല വിധത്തിലുള്ള തന്ത്രങ്ങളും സാധ്യതകളും പ്രതിരോധ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഭീകര സംഘടനകൾ തമ്മിലുള്ള ആഭ്യന്തര കലഹങ്ങളും കുടിപ്പകകളുമാണ്. വിദേശത്ത് നിന്ന് ലഭിക്കുന്ന ഫണ്ടിനും അധികാരത്തിനും വേണ്ടി ഭീകരർ പരസ്പരം വേട്ടയാടുന്നത് പാകിസ്ഥാനിൽ പതിവാണ്. കൂടാതെ ഉപയോഗം കഴിഞ്ഞ ഭീകരരെ പാക് ഇൻ്റലിജൻസ് ഏജൻസികൾ തന്നെ വകവരുത്തുന്നതാണെന്ന വിലയിരുത്തലുകളുണ്ട്. എങ്കിലും ആഗോളതലത്തിൽ ഭീകരവിരുദ്ധ പോരാട്ടങ്ങൾ ശക്തമായതോടെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ തങ്ങളുടെ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കാൻ സ്വീകരിക്കുന്ന കണിശമായ നിലപാടുകളുടെയും ശക്തമായ രഹസ്യാന്വേഷണ ശൃംഖലയുടെയും പ്രതിഫലനമാണ് ഇതെന്ന വാദത്തിനാണ് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ മുൻഗണന ലഭിക്കുന്നത്. ശത്രുവിനെ അതിൻ്റെ താവളത്തിൽ ചെന്ന് ഇല്ലാതാക്കുക എന്ന പുതിയ ആഗോള പ്രതിരോധ നയം ഇവിടെ പ്രായോഗികമാക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ ഈ ദാരുണമായ അന്ത്യം ആഗോളതലത്തിൽ ഭീകരവാദത്തിന് ലഭിക്കുന്ന കനത്ത തിരിച്ചടിയാണ്. നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് വിദേശ മണ്ണിൽ ഒളിച്ചിരുന്ന് ഇന്ത്യയുടെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇനി ഒരിടത്തും സുരക്ഷിത താവളങ്ങൾ ഉണ്ടാകില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഈ സംഭവങ്ങൾ നൽകുന്നത്. കോടതി മുറികളിലെ നീണ്ട വിചാരണകൾക്കും നയതന്ത്ര ചർച്ചകൾക്കും കാത്തു നിൽക്കാതെ പ്രകൃതിയുടെ നീതി എന്നോണം കുറ്റവാളികൾ തെരുവിൽ ശിക്ഷിക്കപ്പെടുന്നത് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ തോതിലുള്ള ആശ്വാസവും സുരക്ഷിതത്വ ബോധവുമാണ് നൽകുന്നത്. ഭീകരതയുടെ ആയുസ് അധികകാലമില്ലെന്നും ഇന്ത്യക്കെതിരെ തിരിയുന്നവർക്ക് തക്കതായ മറുപടി ഏതെങ്കിലും രൂപത്തിൽ തേടിയെത്തുമെന്നും ഈ അജ്ഞാത തുടർച്ചകൾ തെളിയിക്കുന്നു. പാക് സൈനിക ഉദ്യോഗസ്ഥരും ഇത്തരത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പാക് വ്യോമസേനയുടെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അസിം താരിഖ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത് ഇത്തരമൊരു സംഭവമായി കണക്കാക്കാം. അതീവ സുരക്ഷാ മേഖലയായ ഇസ്ലാമാബാദിൽ പോലും സ്വന്തം സായുധ സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ജീവന് യാതൊരുവിധ സുരക്ഷിതത്വവുമില്ലെന്ന് ഈ സംഭവം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നു. ഒരു സാധാരണ തെരുവാക്രമണത്തിൻ്റെയോ തട്ടിക്കൊണ്ടുപോകൽ തടയലിൻ്റെയോ പശ്ചാത്തലത്തിലാണ് ഈ കൊലപാതകം നടന്നതെന്ന് പാക് അധികാരികൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ഇതിന് പിന്നിൽ അതിവിദഗ്ധമായി ആസൂത്രണം ചെയ്ത ഒരു ഇൻ്റലിജൻസ് ഓപ്പറേഷൻ്റെ കൃത്യമായ ലക്ഷണങ്ങൾ ദൃശ്യമാണ്. പാക് വ്യോമസേനയുടെ ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അസിം താരിഖ് ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾക്കും അതിർത്തി കടന്നുള്ള രഹസ്യ പ്രവർത്തനങ്ങൾക്കും തന്ത്രങ്ങൾ മെനഞ്ഞിരുന്ന ഉദ്യോഗസ്ഥർ ഒരാളായിരുന്നു എന്നാണ് സൂചനകൾ. ഇന്ത്യയിൽ നിരപരാധികളുടെ ചോര ചിന്തിയ ഭീകര സംഘടനകൾക്ക് പാക് മണ്ണിൽ സുരക്ഷിത താവളം ഒരുക്കുന്നതിലും വ്യോമസേനയുടെ സാങ്കേതിക സഹായങ്ങൾ ഉറപ്പാക്കുന്നതിലും ഇത്തരം ഉദ്യോഗസ്ഥർ നിർണായക പങ്ക് വഹിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളെ തൊടാൻ ആർക്കും കഴിയില്ലെന്ന അഹങ്കാരത്തിൽ ഇസ്ലാമാബാദിൻ്റെ അതീവ സുരക്ഷാ മേഖലയിൽ കഴിഞ്ഞിരുന്ന ഇയാൾ നാടകീയമായ രീതിയിൽ വെടിയേറ്റ് മരിച്ചത് ഇന്ത്യക്കെതിരെ തിരിയുന്ന പ്രമുഖരെ ലക്ഷ്യമിട്ടുള്ള അജ്ഞാതരുടെ വലിയൊരു ഓപ്പറേഷൻ്റെ ഭാഗമാണെന്ന് ശക്തമായി വിശ്വസിക്കപ്പെടുന്നു. കുറ്റവാളികളെയും അവരുടെ അദൃശ്യരായ സൂത്രധാരന്മാരെയും ഒരേപോലെ വേട്ടയാടുന്ന പുതിയൊരു പ്രതിരോധ ശൈലിയുടെ തുടർച്ചയാണിത്. ഈ കൊലപാതകം നടന്ന രീതി പരിശോധിച്ചാൽ തന്നെ ഇതൊരു സാധാരണ ക്രിമിനൽ കുറ്റകൃത്യമല്ല എന്ന് വ്യക്തമാകും. പാകിസ്ഥാൻ്റെ തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്ത് വെച്ച് അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സൈനിക ഉദ്യോഗസ്ഥനെ കൃത്യമായി തിരിച്ചറിഞ്ഞ് വധിക്കുക എന്നത് ദീർഘനാളത്തെ നിരീക്ഷണത്തിലൂടെയും
വ്യക്തമായ വിവരശേഖരണത്തിലൂടെയും മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. മുമ്പ് പാകിസ്ഥാനിൽ ലഷ്കർ ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും കമാൻഡർമാർ പള്ളികളിൽ നിന്നും വിപണികളിൽ നിന്നും ഇറങ്ങുമ്പോൾ അജ്ഞാതരാൽ കൊല്ലപ്പെട്ട അതേ കൃത്യതയോടെയും നിശബ്ദതയോടെയും കൂടിയാണ് ഇവിടെയും ഈ ഓപ്പറേഷൻ നടപ്പിലാക്കപ്പെട്ടിരിക്കുന്നത്. സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ ഇത് തങ്ങളുടെ ഹിറ്റ് സ്ക്വാഡ് നടത്തിയതാണെന്ന് വരുത്തി തീർക്കാൻ പ്രാദേശിക ഭീകര സംഘടനകൾ രംഗത്തെത്തിയത് പാക് ഭരണകൂടത്തിൻ്റെ നാണക്കേട് മറക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. സ്വന്തം മണ്ണിൽ വിദേശ ഏജൻസികൾ കയറി സൈനിക മേധാവികളെ വധിക്കുന്നു എന്ന യാഥാർത്ഥ്യം സമ്മതിക്കാൻ പാക് സൈന്യത്തിന് കഴിയില്ല എന്ന് തന്നെയാണ് ഇതിന് പ്രധാന കാരണം. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഇനി ലോകത്ത് ഒരിടത്തും സുരക്ഷിത താവളങ്ങൾ ഉണ്ടാകില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് അസിം താരിഖിൻ്റെ ഈ ദാരുണ അന്ത്യം നൽകുന്നത്. നിയമത്തിൻ്റെ പഴുതുകളിലൂടെയോ നയതന്ത്ര സംരക്ഷണത്തിലൂടെയോ രക്ഷപ്പെടാമെന്ന് കരുതുന്ന ശത്രുക്കൾക്ക് നേരെ പ്രകൃതിയുടെ നീതി എന്നോണം അജ്ഞാതരുടെ ശിക്ഷാവിധികൾ തേടിയെത്തുന്നു. കോടതി മുറികളിലെ നീണ്ട വിചാരണകൾക്ക് കാത്തു നിൽക്കാതെ രാജ്യത്തിൻ്റെ ശത്രുക്കളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് ഇല്ലാതാക്കുന്ന ഈ പുതിയ ആഗോള പ്രതിരോധ നയം ഭാരതത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെ കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്യുന്നത്. ശത്രുരാജ്യത്തിൻ്റെ ഔദ്യോഗിക പദവികളുടെ തണലിലിരുന്ന് ഭാരതത്തിനെതിരെ ഗൂഢാലോചന നടത്തുന്നവർക്ക് തക്കതായ മറുപടി ഏത് രൂപത്തിലും എവിടെ വച്ചും ലഭിക്കുമെന്ന യാഥാർത്ഥ്യം അടിവരയിടുന്നതാണ് ഈ അജ്ഞാതവേട്ട. ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യ ഇന്ന് സ്വീകരിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ ആഗോള തലത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഒരു രാജ്യമെന്ന നിലയിൽ സ്വന്തം പൗരന്മാരുടെ ജീവൻ സംരക്ഷിക്കാൻ ഏത് അതിർത്തിയും കടക്കാൻ മടിക്കില്ലെന്ന നയം ശത്രുക്കൾക്ക് കൃത്യമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. നയതന്ത്ര തലത്തിലുള്ള പ്രതിഷേധങ്ങളിലും കത്തുകളിലും ഒതുങ്ങി നിന്നിരുന്ന പഴയ ശൈലിക്ക് പകരം കൃത്യമായ ഇൻ്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ശത്രുക്കളെ അദൃശ്യമായി ഇല്ലാതാക്കുന്ന ഈ തന്ത്രം ഭാരതവിരുദ്ധ ശക്തികളുടെ നട്ടെല്ല് ഒടിക്കുന്നതാണ്. ഔദ്യോഗിക പദവികളുടെയോ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെയോ തണലിൽ നിന്ന് ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന ഏതൊരാൾക്കും ഏത് നിമിഷവും എവിടെ വച്ചും തക്കതായ മറുപടി ലഭിക്കുമെന്ന് ഇനി ഒരു തർക്കവുമില്ലാത്ത വസ്തുതയായി മാറി. ഈ തുടർച്ചയായ അജ്ഞാത കൊലപാതകങ്ങൾ ഭാരതത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നൽകുന്ന സുരക്ഷിത ബോധവും ആശ്വാസവും വളരെ വലുതാണ്. നിയമവ്യവസ്ഥിതിയെയും രാജ്യാന്തര സമാധാനത്തെയും പുച്ഛിച്ചു തള്ളി വിദേശ മണ്ണിലിരുന്ന് റിമോട്ട് കൺട്രോൾ പോലെ ഇന്ത്യയിൽ ആക്രമണങ്ങൾ നിയന്ത്രിച്ചിരുന്നവർ ഒടുവിൽ തെരുവിൽ വെടിയേറ്റ് വീഴുമ്പോൾ അത് പ്രകൃതിയുടെ നീതി നടപ്പാക്കലായി മാറുന്നു. ശത്രുരാജ്യത്തിൻ്റെ തണലിൽ എത്രയൊക്കെ തിന്നു കൊഴുത്താലും രാജ്യദ്രോഹികൾക്കുള്ള ശിക്ഷ ഏതെങ്കിലും തരത്തിൽ അവരെ തേടിയെത്തുക തന്നെ ചെയ്യും. ഭാരതത്തിൻ്റെ പരമാധികാരത്തിന് നേരെ വിരൽ ചൂണ്ടുന്നവർക്ക് അവരുടെ സ്വന്തം മണ്ണിൽ വെച്ച് തന്നെ മറുപടി നൽകുന്ന ഈ പുതിയ കാലഘട്ടം ഇന്ത്യക്ക് നേരെ തിരിയുന്ന ഏതൊരു വിരുദ്ധ ശക്തിക്കും ലഭിക്കുന്ന ഏറ്റവും ശക്തവും വ്യക്തവുമായ താക്കീത് തന്നെയാണ്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.